ആഗോളവൽക്കരണത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും കാലത്ത് ബദൽ വികസന മാതൃകയായി കേരളം വളരണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണെന്നും സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. നവ ഉദാരവൽക്കരണത്തിന്റെയും വർഗീയ അജണ്ടകളുടെയും കാലത്ത് രാജ്യത്തിന്റെ ബദൽ വികസന മാതൃകയായി കേരളം മാറണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ധനസഹായം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോദിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം നൽകിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് നേട്ടമുണ്ടാകുന്നത്. But nevertheless, it was internationally famous in terms of it's still in circulation, what is called the Kerala model. But correctly, Comedium has felt that there is a need for strengthening the material production base in the state, and how should we go about doing it. So this conference, this series of conferences began with that specific purpose, and it's been through 3 of them earlier. This is the 4th one, and I think this is very important in the present juncture when we have both the problems of how to revitalize and reinvigorate the economic development in Kerala. കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് ശക്തമായ സംവിധാനം വേണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മാഫിയകൾ വ്യാപകമായി കയ്യേറുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാനും കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനും ശക്തമായ സംവിധാനം ഉണ്ടാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, ഡോക്ടർ TM തോമസ് ഐസക്, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് പ്രമുഖരായ പ്രഭാത് പട്നായിക്, KN പണിക്കർ, മൃദുൽ ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യൂബൻ അംബാസിഡർ ഓസ്കർ മാർട്ടിനസും ചടങ്ങിൽ സജീവ സാന്നിധ്യമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള വികസനത്തിനായി ജനകീയ ബദൽ രൂപപ്പെടുത്തണമെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. റോഡുകളുടെ നവീകരണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തണമെന്നും പരിസ്ഥിതി സംരക്ഷണം മുഖ്യ അജണ്ടയായി ഉയർന്നുവരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഖനനത്തിന് പൊതുസംവിധാനം വേണമെന്നും വ്യവസായ പദ്ധതികൾക്ക് ഏകജാലക സംവിധാനം വേണമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. പഠന കോൺഗ്രസിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. നിലവിലെ പരിമിതികൾ വിലയിരുത്തി സംസ്ഥാനത്തിന്റെ വികസനത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പിണറായി വിജയന്റെ പഠന കോൺഗ്രസിലെ പ്രസംഗം. പരിസ്ഥിതിയെ സംരക്ഷിച്ച് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കി വേണം വികസനമെന്ന് പിണറായി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മണൽ ഖനനം, പാറ പൊട്ടിക്കൽ ഇത്തരം മേഖലകളിൽ പ്രകൃതിയെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുന്നതായി നാം കാണുന്നു. ഇത് ചില ആളുകൾക്കും സർക്കാരിലെ ചിലർക്കും ഉപയോഗപ്രദമാകാം. എന്നാൽ തീർച്ചയായും ജനങ്ങൾക്കെതിരായ കാര്യമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അത്തരം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് പരിമിതപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും വേണ്ടതുണ്ട്. വിഭവ സമാഹരണത്തിനായി പ്രവാസികളുടെ കൂടി സഹായം സ്വീകരിച്ച് കേരള ബാങ്ക് എന്ന നിർദ്ദേശം പിണറായി മുന്നോട്ട് വെച്ചു. നമ്മുടെ കേരളത്തിലെ വലിയ തോതിൽ നിക്ഷേപം പ്രവാസികളുടേതായിട്ടുണ്ട്. 1 ലക്ഷം കോടിയിലധികം രൂപയാണ് പ്രവാസികളുടെ നിക്ഷേപം. ആ നിക്ഷേപത്തിൽ നല്ല ഭാഗം ആകർഷിക്കാൻ ഇത്തരമൊരു ബാങ്കിന് കഴിയും. കേരളത്തിൻ്റെതായ ഒരു ബാങ്ക്, അത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ബാങ്ക് രൂപം കൊടുക്കാൻ കഴിയും. ഭരണനിർവഹണം സർക്കാരിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാകണം. ജനങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ ഉദ്യോഗസ്ഥ മേധാവികളുടെ പുറകെ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനുള്ള ഉപാധി ഭരണനിർവഹണം സുതാര്യവും ലളിതവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതും ആകണം. നികുതി പിരിവുകാരൻ എന്ന നിലയിൽ നിന്ന് മാർഗദർശി എന്ന നിലയിലേക്ക് സർക്കാർ ഉയരണമെന്ന കാഴ്ചപ്പാടാണ് പിണറായി മുന്നോട്ട് വെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുമേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇടത് ബദൽ സാധ്യമാക്കാൻ കഴിയൂ എന്ന് സിംബോസിയത്തിൽ അഭിപ്രായമുയർന്നു. തൊഴിലാളി വർഗ താൽപ്പര്യങ്ങളാകണം ഇടത് ബദലിനെ കരിപ്പിടിപ്പിക്കേണ്ടതെന്നും അഭിപ്രായം ഉയർന്നു. കേരള പഠന കോൺഗ്രസിലെ ഇടത് ബദൽ എന്ന സിംബോസിയത്തിലാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്.
വർഗം പ്രതിദാനം ചെയ്യുന്ന വർഗ താൽപ്പര്യത്തിൽ നിന്നാണ് ഇടതുപക്ഷ ബദൽ ഉയർന്നു വരേണ്ടതെന്ന് സിംബോസിയം അഭിപ്രായപ്പെട്ടു. മുതലാളിത്ത താൽപ്പര്യം പേറുന്ന ഇതര രാഷ്ട്രീയ കക്ഷികളുടെ കീഴിൽ അണിനിരുന്നവരെ തിരികെ മടക്കിക്കൊണ്ടുവരണം. ഇതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന വിശാലമായ ജനകീയ മുന്നണി കെട്ടിപ്പടുക്കണമെങ്കിൽ വളരെ പ്രധാനമായി ഈ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വർഗസമരങ്ങൾ കെട്ടഴിച്ചുവിടാനാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇടത് താൽപ്പര്യത്തിന് ചേരാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയത് തെറ്റായി പോയെന്നും സിംബോസിയം വിലയിരുത്തി. മുതലാളിത്ത ലോകത്തിൽ ഇടതുബദലിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ക്യൂബൻ സോഷ്യലിസ്റ്റ് മാതൃക തലയുയർത്തി നിൽക്കുകയാണെന്ന് നിയുക്ത ക്യൂബൻ അംബാസഡർ ഓസ്കാർ മാർട്ടിനസ് പറഞ്ഞു. ദീർഘവീക്ഷണവും ദൂരക്കാഴ്ചയുള്ളതുമാകണം ഇടതുബദലെന്ന് സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ CP ചന്ദ്രശേഖരൻ പറഞ്ഞു. പൊതുമേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇടതുബദൽ സാധ്യമാക്കാൻ കഴിയൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിന് സ്വന്തം സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ നമ്മൾ എന്തിന് സാമ്പത്തിക മൂലധനത്തിന് പിന്നാലെ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പിന്നാലെ ഓടുന്നത് പൊതുമുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന സ്വകാര്യവൽക്കരണത്തിനെതിരായി വളർന്നു വന്ന പ്രക്ഷോഭങ്ങളിലെ ഒരു പുതിയ മാർഗമാണ് PPP. ഫലത്തിൽ കൊടുക്കുന്നുമില്ല, എന്നാൽ അവരുടെ കയ്യിലിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന പൊതുമേഖല സംരക്ഷിക്കാനും സ്വകാര്യവൽക്കരണത്തെ എതിർക്കാനുമുള്ള ജനകീയ സമരങ്ങളുടെ മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതികളെ എന്തിനാണ് നാം പ്രോത്സാഹിപ്പിക്കുക? ഇടതുപക്ഷത്തിന് മാത്രമാണ് ജനകേന്ദ്രീകൃത വികസനം കൊണ്ടുവരാൻ കഴിയൂവെന്ന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ VK രാമചന്ദ്രൻ പറഞ്ഞു. ഇടതുബദൽ ശക്തിപ്പെടണമെങ്കിൽ ഇടത് രാഷ്ട്രീയവും ഒപ്പം ശക്തിപ്പെടണമെന്ന കാഴ്ചപ്പാടാണ് സിംബോസിയം മുൻപോട്ട് വെച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ ധനവിനിയോഗം ഗണ്യമായി കുറയുന്നുവെന്ന് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് വിലയിരുത്തി. 1999 മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.14% മുതൽ മുടക്ക് 2010-2011 ആയതോടെ 0.63% കുറഞ്ഞുവെന്ന് പഠന കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജനകീയ ആരോഗ്യ നയം നടപ്പിലാക്കണമെന്നും പഠന കോൺഗ്രസ് നിർദ്ദേശിക്കുന്നു. കേരളത്തിലെ 40% വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഏക ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ വിപുലീകരണത്തിനും നവീകരണത്തിനും ആരോഗ്യ നയത്തിൽ ഊന്നൽ നൽകണം. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യമേഖലയ്ക്കുള്ള സാമ്പത്തിക വിഹിതം വർദ്ധിപ്പിക്കണം. സമാന്തരമായ ഇൻഷുറൻസ് സഹായ പദ്ധതികൾ ഏകോപിപ്പിക്കണം. സാന്ത്വന ചികിത്സാ സംവിധാനം സാർവത്രികമാക്കണമെന്നും പഠന കോൺഗ്രസ് നിർദ്ദേശിക്കുന്നു. മാതൃമരണ നിരക്ക് 66-ൽ നിന്ന് 10-ആയും ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 5-ആയും കുറച്ചുകൊണ്ടുവരാൻ ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കണം. ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പ്രായാധിക്യമുള്ളവരുടെയും ആരോഗ്യാവശ്യങ്ങൾ നേരിടുന്നതിനായി ആരോഗ്യവകുപ്പിൽ പ്രത്യേക ഭരണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും പഠന കോൺഗ്രസ് നിർദ്ദേശിക്കുന്നുണ്ട്. കേരള പബ്ലിക് ഹെൽത്ത് ആക്ട്, പാരാമെഡിക്കൽ കൗൺസിൽ ആക്ട്, ഫാർമസി കൗൺസിൽ ആക്ട് എന്നിവ ഉടൻ നടപ്പാക്കണം. മെഡിക്കൽ സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആരംഭിക്കാനും പഠന കോൺഗ്രസ് ശുപാർശ ചെയ്യുന്നു. പൊതുമേഖലയിൽ കൂടുതൽ ഔഷധ കമ്പനികൾ ആരംഭിക്കണമെന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങണമെന്നും പഠന കോൺഗ്രസ് ശുപാർശ ചെയ്യുന്നുണ്ട്. ഔഷധങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുമുള്ള നിർദ്ദേശം പഠന കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി വീരേന്ദ്രകുമാർ. മുന്നണിയിൽ നീതി കിട്ടിയില്ലെന്നും റിബലുകളെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. JDU ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് വീരേന്ദ്രകുമാറിന്റെ കോൺഗ്രസ് വിമർശനം. വിവരങ്ങളുമായി വിനീഷ വൃന്ദാവൻ കോഴിക്കോട്ട് നിന്നും. വിനീഷ, JDUവിൽ ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയാണ്. വിവരങ്ങൾ. ഹാരി, തീർച്ചയായും വലിയൊരു രീതിയിലുള്ള വാക്കേറ്റമാണ് ഇപ്പോൾ നടക്കുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ നമുക്ക് ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. ഒരു വിഭാഗം ഇപ്പോഴും വലതുമുന്നണിയിൽ ഉറച്ചു നിൽക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് വലതുമുന്നണിയിൽ തന്നെ പാർട്ടി നിൽക്കണമെന്ന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മന്ത്രി KP മോഹനും ഇതേ അഭിപ്രായം തന്നെയാണ് ജില്ലാ കൗൺസിൽ ഉന്നയിച്ചത്.
എന്നാൽ MP വീരേന്ദ്രകുമാർ അത്തരത്തിൽ ഒരു നിലപാട് ജില്ലാ കൗൺസിലിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും കോൺഗ്രസിനെതിരെയുള്ള ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് വീരേന്ദ്രകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വലതുമുന്നണിയിലുണ്ടായിരുന്ന ഈ ഒരു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പലയിടത്തും കോൺഗ്രസ് തങ്ങൾക്കെതിരായ റിബലുകളെ നിർത്തി ഈ പലയിടത്തും സീറ്റുകളിൽ പരാജയപ്പെടുത്തിയതും കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ്. പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി വയനാട് ജില്ലയിലും ഒപ്പം കോഴിക്കോട് ജില്ലയിലും പാർട്ടിക്കേറ്റ JDU-നേറ്റ കനത്ത തിരിച്ചടി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അനുഭാവികളിൽ നിന്നല്ല, മറിച്ച് കോൺഗ്രസിൽ നിന്നാണ് ഇത്തരത്തിലൊരു തിരിച്ചടി പാർട്ടി കേൾക്കാൻ ഇടയാക്കിയത്. വലതുമുന്നണിയിൽ നിന്ന കാലത്ത് ഒരു നീതിയും പാർട്ടിക്ക് ലഭിച്ചില്ലെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോഴും ഏകദേശം ഒരു 70% JDU പ്രവർത്തകരും കോഴിക്കോട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന 70% ജില്ലാ പ്രവർത്തകരും വലതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ജില്ലാ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരി 18 നടക്കുന്ന സംസ്ഥാന കൗൺസിലിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ കൗൺസിൽ യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ജില്ലാ കൗൺസിൽ യോഗങ്ങൾ നടന്നു കഴിഞ്ഞ് ഈ 3 ജില്ലാ കൗൺസിൽ യോഗത്തിലും ഇടതുമുന്നണിയിലേക്ക് പോകണം എന്നൊരു അഭിപ്രായ രൂപീകരണമാണ് 3 ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും നടന്നത്. എന്നാൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലാ കൗൺസിൽ യോഗം കൂടിയാണ് കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് ജില്ലാ കൗൺസിലിൻ്റെ ഒരു തീരുമാനമായിരിക്കും ഏകദേശം അടുത്ത സംസ്ഥാന കൗൺസിൽ യോഗത്തിലെ ഒരു നിർണായക തീരുമാനമായി മാറുക. എന്നാൽ ഇപ്പോഴും ഒരു സമവായത്തിലെത്താൻ പ്രവർത്തകർക്കിടയിൽ ഒരു സമവായത്തിലെത്താൻ ജില്ലാ കൗൺസിൽ യോഗത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഏകദേശം 2 മണിയോടുകൂടി ആരംഭിച്ച ജില്ലാ കൗൺസിൽ യോഗമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരി, കൊല്ലത്ത് ആദിവാസി പെൺകുട്ടിയുടെ മൃതദേഹത്തോട് അനാദരവ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. രാവിലെ മുതൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മോർച്ചറിയുടെ പുറത്ത് കിടത്തി. ഇൻക്വസ്റ്റ് നടപടിക്കായി 3000 രൂപ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഉടൻ മടങ്ങി വരാം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് തഹസിൽദാരാണ്. ഈ തഹസിൽദാരോട് ഞങ്ങൾ പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരാണ്, ആദിവാസികളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു മറുപടിയും പറയില്ല. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞ കാശ് മോർച്ചറിയിലെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ വേണ്ട നടപടി സ്വീകരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു ആദിവാസി എന്നുള്ള ഒരു പരിഗണന പോലും തരാതെ ഒരു മനുഷ്യത്വപരമായി മനുഷ്യത്വരഹിതമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. 10 മണിക്ക് കൊണ്ടുവന്നിട്ട് 6 മണി വരെ ഇട്ടിരുന്നു. മോർച്ചറിയിലല്ല, മോർച്ചറി കയറ്റിട്ടില്ലായിരുന്നു, വെറുതെ മോർച്ചറി റൂമിലിട്ടിരിക്കുമായിരുന്നു. പിന്നീട് 3 മണിയായപ്പോഴാണ് പോലീസ് വന്ന് പിന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കയറി. ഇവിടെ ആംബുലൻസ് ഇല്ല, പുറത്തുനിന്നുള്ള ആംബുലൻസ് വിളിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് പോയിട്ട് ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു 6000 രൂപ കൊടുക്കണം. അങ്ങനെ ഒരു 10000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ചിലവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ആദിവാസി വിഭാഗപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളിൽ ഒരു നിവൃത്തിയില്ല. ഞാൻ സർവീസിൽ ഡ്യൂട്ടിയിലിരിക്കുകയും ചെയ്ത് എന്നെ 2 പേര് മർദ്ദിച്ച് ഞാനിവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടും എന്നോട് ഒരു മനസാക്ഷിയും കാണിച്ചില്ല. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കൈക്കൂലിയടക്കം 10000 രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഈ കുറ്റക്കാർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? ഹാരി, ഇന്ന് രാവിലെ ഒരു 8-നും 9-നും 9:30-ക്കോ ആ സമയത്താണ് ബന്ധുക്കൾ ഷാനിയുടെ മൃതശരീരം കൊല്ലം ഈ കളക്ടറേറ്റിന് സമീപത്ത് സർക്കാർ ക്വാർട്ടേഴ്സിന് മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ ചെറിയ ഒരു അനക്കം കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ബന്ധുക്കൾ ജീവൻ രക്ഷിക്കാനായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് രാവിലെ 10 മണിയോടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ സ്ട്രെച്ചറിൽ മോർച്ചറിക്കകത്തുള്ള ടേബിളിൽ തന്നെയാണ് കിടത്തിയിരുന്നത്. 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മളിവിടെ എത്തുമ്പോഴും മൃതശരീരം ഈ മോർച്ചറി റൂമിൽ തന്നെയായിരുന്നു. ഇത് ഫ്രീസറിലേക്ക് മാറ്റാൻ തയ്യാറായില്ല. ഞാൻ ഇവിടെ നമ്മൾ എത്തുന്ന സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു. അവർ ആ സമയത്ത് ഒരു 10 മിനിറ്റ് പോലും ആയിരുന്നില്ല പോലീസ് ഇവിടെ എത്തി. ആ സമയത്ത് മാത്രമാണ് മഹസർ എഴുതി ഫ്രീസറിനുള്ളിലേക്ക് കയറ്റിയത്. രാവിലെ 10 മണിക്ക് കൊണ്ടുവന്ന മൃതശരീരം ഏകദേശം 7 മണിക്കൂറോളം ഇവിടെ കിടത്തിയാണ് മൃതശരീരത്തോട് ആദിവാസി യുവതിയുടെ മൃതശരീരത്തോട് ഈ അധികൃതർ ഈ അനാദരവ് കാട്ടിയിരിക്കുന്നത്. ഇതിൽ ഈ പിന്നെ മോർച്ചറി അധികൃതർക്ക് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിൽ തഹസിൽദാരാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്. പോലീസ് പറയുന്നത് തങ്ങളല്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്, തഹസിൽദാരാണ്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തഹസിൽദാർക്കാണെന്ന് പോലീസ് പറഞ്ഞ് കൈയൊഴിഞ്ഞു.
ചുരുക്കം പറഞ്ഞാൽ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ഈ സമയം ഈ 7 മണിക്കൂറായി ഇതിന്റെ ഈ മോർച്ചറിക്ക് മുന്നിൽ ഇവിടെ കുത്തിയിരിപ്പാണ്. ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ഒരു സംഭവം. മാത്രമല്ല, ഇൻക്വസ്റ്റ് നടപടി തഹസിൽദാർ വന്ന് ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു താങ്കൾ ഇൻക്വസ്റ്റിന് പണം ആവശ്യപ്പെടുന്നല്ലോ എന്ന്. അതെ, പണം ആവശ്യമുണ്ട്. ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒക്കെ പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്ന തുക കൊടുത്തേക്കൂ എന്ന് തഹസിൽദാർ നിർദ്ദേശിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് ഷാജിയുടെ പരാതി. നമ്മൾ അതിൽ തന്നെ അദ്ദേഹം ആ പരാതി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ആംബുലൻസ് ആദിവാസി ക്ഷേമത്തിനും മറ്റും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉണ്ടായിട്ട് പോലും അത് താഴെത്തട്ടിൽ ആദിവാസികൾക്ക് ഫലപ്രദമായി അത് എത്തുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതുകൂടിയാണ് ഇന്നത്തെ ഈ സംഭവങ്ങൾ. 6000-ഓളം രൂപ തിരുവനന്തപുരത്ത് ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നതിന് ചെലവാകും. കൂടാതെ ഒപ്പം പോകുന്ന ഏതെങ്കിലും പോലീസുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൈമടക്ക് കൊടുക്കണമെന്ന് മോർച്ചറിയിലുള്ള ചിലർ ഇതിന്റെ ഭാഗത്തുള്ള ആരൊക്കെയോ ചേർന്ന് അവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയതായും പറയുന്നുണ്ട്. എന്നാൽ ആരാണെന്ന് അവരും പറഞ്ഞില്ല. കൊല്ലത്ത് നിന്നും രാജ്കുമാർ. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. 1 മാസത്തിനിടെ ഇത്തരം ഒട്ടേറെ കേസുകളാണ് സന്നിധാനം പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലും തട്ടിപ്പിന് ഇരയാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരിച്ചറിയൽ കാർഡുകളുടെ വ്യാജ പതിപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർ സന്നിധാനത്ത് വിലസുകയാണ്. തീർത്ഥാടകരെ പലതരത്തിലാണ് ഇവർ കബളിപ്പിക്കുന്നതും പണം തട്ടുന്നതും. ദേവസ്വം ബോർഡ് ജീവനക്കാരാണെന്ന പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി തീർത്ഥാടകരെ സമീപിക്കുന്ന തട്ടിപ്പുകാർ VIP പരിഗണനയിൽ ദർശനത്തിനും നെയ്യഭിഷേകത്തിനും സൗകര്യമൊരുക്കി തരാമെന്ന് പറഞ്ഞാണ് പണം തട്ടുന്നത്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ 4-അംഗ സംഘത്തെ അടുത്തിടെ സന്നിധാനം പോലീസ് പിടികൂടിയിരുന്നു. മണ്ഡലകാലാരംഭം മുതൽ തട്ടിപ്പ് നടത്തിയവരാണ് പിടിയിലായത്. സമാന രീതിയിലുള്ള തട്ടിപ്പിനായി വ്യാജ കാർഡുകൾ നിർമ്മിച്ചു നൽകിയ ചെന്നൈ സ്വദേശിയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. VIP പരിഗണന വാഗ്ദാനം ചെയ്ത് 3900 രൂപ നിരക്കിലാണ് ഇയാൾ തീർത്ഥാടകർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകിയിരുന്നത്. സമാനമായ തട്ടിപ്പുകൾ സന്നിധാനത്ത് പതിവായിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലും തട്ടിപ്പിനിരയാവുന്നത്. കൂടുതലായിട്ടും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകയിലുള്ള ഭക്തന്മാരെയാണ് ഇങ്ങനെ ചതിക്കപ്പെടുന്നത്. ഇവരുടെ വിചാരം ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫാണ് ഇവരെന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഇത്രയും പൈസ കൊടുത്ത് ഈ പാസ് വാങ്ങുന്നത്. ഇതേപോലെ പല സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായി ഇനിയും തട്ടിപ്പ് സംഘങ്ങൾ സന്നിധാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. വ്യാജ കാർഡുകളുടെ ഉറവിടം കണ്ടെത്താനാവാത്തതും തട്ടിപ്പുകാർക്ക് തക്കതായ ശിക്ഷ നൽകാത്തതുമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.